ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കമ്പിളി നാരങ്ങ വെച്ചിട്ട് വൈനും പിന്നെ അച്ചാറുമാണ് ഇടാൻ പോകുന്നത്. അപ്പം ഇത് കമ്പിളി നാരങ്ങയാണേ. കമ്പിളി നാരങ്ങ ഞങ്ങൾക്കൊരു കുടുംബ സുഹൃത്ത് തന്നാണേ. പ്രമോദിനൊക്കെ പറയും, അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ട് തന്ന. അപ്പം ഇതിൻ്റെ തൊലി അച്ചാറിടാൻ നല്ലതാണ്. ഇതിൻ്റെ തൊലി അച്ചാറിടും. പിന്നെ ഇതിൻ്റെ അകത്തെ നാരങ്ങ ഇല്ലേ, നാരങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് വൈനിട്ടാൽ നല്ലതാണ്. ആ വൈനിടാനായിട്ട് ഇത് പൊളിച്ചെല്ലാം എടുത്തിട്ടേ അതിൻ്റെ ഒന്നും കളയാനില്ല. അച്ചാറിട്ട് കഴിഞ്ഞാൽ എന്നാ അച്ചാറാണെന്നൊന്നും കഴിക്കുന്നവർക്കൊന്നും മനസ്സിലാകത്തില്ലേ, നമ്മൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ പുറത്തുള്ള ഒരു ഇതിങ്ങനെ അങ്ങ് പോരും. അതിനകത്ത് വലിയ കുരു വരുന്നത്, കുരു ഇതിനകത്ത് അകപ്പെടരുത്. നമ്മൾ കുരു വരുന്നത് കുരു എഴുതി കളഞ്ഞ് കുരുവെല്ലാം മാറ്റി അതിൻ്റെ പുറത്തെ തൊലിയും മാറ്റി പെട്ടെന്നോട്ടൊന്ന് പൊളിച്ചെടുക്കാവേ. ഉള്ളവരൊക്കെ പറമ്പിലിട്ട് വെറുതെ കളയുന്നത്. ഞാനിങ്ങനെ അച്ചാറിടാൻ നല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കൊച്ചു കൊണ്ടപ്പോൾ ഞങ്ങൾക്ക് നമ്മുടെ ഇവിടെയൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര വിലയ്ക്കാണ് വിൽക്കുന്ന ആൾക്കാർ. നമുക്കുള്ളവരൊക്കെ കൊണ്ടത്തരുമല്ലേ. ഇതിൻ്റെ മൂക്കി എത്തി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. മൂക്കോ അതാടാ ചിരിക്കാനല്ലടാ. ഓക്കെ, ഇതൊക്കെ പറമ്പിൽ കിടക്കുന്നവരെല്ലാം പറിച്ച്. പിന്നെ ഇതിന് വേറൊരു ഗുണമുണ്ടേ, ഇതിൻ്റെ തൊലി എടുത്ത് പിന്നെ അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കണം. എന്നിട്ട് തലേദിവസം കഞ്ഞിവെള്ളത്തിലിട്ട് വെക്കണം. കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിട്ട് തല സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലപോലെ തലമുടി വെളുത്ത് താറിലെല്ലാം പോകും. എല്ലാം ശരിക്കും പഴുത്തിട്ടില്ല. ചിലതൊക്കെ കുരു ഒന്ന് പുറത്തോട്ടിട്ടാലേ ഉള്ളൂ. നമുക്ക് കുരുവെല്ലാം അതിൻ്റെ അകത്ത് നോക്കിയിട്ട് നമുക്ക് പാടായിരിക്കും നിൽക്കാനേ. ഇതിൻ്റെ അത് നിറച്ച് വെള്ളമല്ലേ. അഞ്ച് നാരങ്ങയാണ്, 5 കമ്പിളി നാരങ്ങ എടുത്തപ്പോൾ നമുക്ക് ഇത്ര കിട്ടുന്നത് കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ പുറത്തൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കണേ. എന്നിട്ട് നമുക്ക് പിന്നെ ആവശ്യമുള്ള സാധനം പട്ട, കറുവപ്പട്ട, ഗ്രാമ്പു, ശകല നെല്ല്, പിന്നെ ഗോതമ്പ്. ഈ പട്ട ഇച്ചിരി, ഗ്രാമ്പു ഇച്ചിരി, ഇത്ര മതിയേ. ഗ്രാമ്പു
പിന്നെ പട്ട 2 കഷ്ണേ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഗോതമ്പ്, പഞ്ചസാര, പിന്നെ ഈസ്റ്റ്. ആദ്യം നമ്മൾ പിന്നെ 1 കിലോ പഞ്ചസാര എടുത്തേക്കുന്നത് എത്രത്തിന്. ആദ്യം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കണം. പിന്നെ എനിക്ക് പട്ട ഇതിനിടയ്ക്ക് പട്ടയും ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇടണം. പിന്നെ അതിൻ്റെ പുറത്ത് പഞ്ചസാര ഇടണം. ലെയറായിട്ട് കണ്ടോ, ഗോതമ്പ്, പട്ട, പഞ്ചസാര, അങ്ങനെ ഇതിങ്ങനെ നിറച്ച്. പിന്നെ 100 ഗ്രാം ഇഞ്ചി എല്ലാം തൊലിയെല്ലാം കളഞ്ഞ് അരച്ച് വെച്ചിട്ട് അതിൻ്റെ പാല് മാത്രം, ഇത് കണ്ടോ ഇങ്ങനെ, അതിൻ്റെ പാല് മാത്രം. അതിൻ്റെ അകത്ത് ഒരു ചുണ്ണാമ്പുണ്ട്, അതൊന്നും വേണ്ടേ. ഈ ഇഞ്ചി എപ്പം നമ്മൾ എടുക്കുമ്പോഴും അതിൻ്റെ അകത്തൊരു പിന്നെ ചുണ്ണാമ്പ് പോലെ ഒരു ഇതുണ്ട്. ഇത് നമുക്ക് വേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഇഞ്ചി അരച്ചെപ്പോഴും വെക്കണം എന്ന് പറയുന്നത്. അരച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ അത് ഊറും. അപ്പോൾ അത് നമുക്ക് വേണ്ട. ഈസ്റ്റാണ്, ഈസ്റ്റ് ഇത്ര മതി, 1 സ്പൂണോളം ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് ഇട്ടാൽ മതി. തിളപ്പിച്ചാർച്ച വെള്ളമാണ്. രണ്ടെണ്ണത്തിൽ വെക്കുന്നതായിരിക്കും നല്ലതല്ലേ. അതിനകത്തോട്ട് കൂടി ഇടുന്നതായിരിക്കും. നല്ലപോലെ അടച്ചു വെക്കുക. 2 ദിവസം കൂടി തിളക്കിയാൽ മതിയേ. ഇത്രയും പിന്നെ ഇഞ്ചി നീര് ഒഴിച്ച് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ 2 ദിവസം കൂടുമ്പോൾ ഇളക്കി കൊടുത്താൽ മതിയേ. അടച്ച് നല്ലപോലെ എവിടെയെങ്കിലും ഇരുട്ടുള്ളപ്പോൾ വെച്ചാൽ മതി. ഒരു 8 ദിവസം ആകുമ്പോൾ നമുക്കിത് എടുക്കാം. 2 ദിവസം കൂടുമ്പോൾ ഇളക്കി കൊടുത്താൽ മതി. എല്ലാവരും കമ്പിളിനാരങ്ങ കിട്ടുമ്പോഴത്തേക്കും ഇങ്ങനെ വൈനുണ്ടാക്കി നോക്കണം. പിന്നെ ഇത് 8 ദിവസം കഴിയുമ്പോഴത്തേക്കും എടുക്കാം. 2 ദിവസം കൂടുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഇളക്കി കൊടുത്താൽ മതി. കമ്പിളിനാരങ്ങ അന്ന് വൈനിടാനായിട്ട് വെച്ചിട്ട് അത് ശരിയായേ, അത് നമുക്ക് ഊറ്റിയെടുക്കാം. ഇത് 2 പാത്രത്തിൽ തിളച്ച് ആടിയപ്പോഴത്തേക്കും 2 പാത്രത്തിലോട്ട് ആക്കിയതാണ്. ഇങ്ങനെ നമ്മൾ ഊറ്റിയെടുക്കുവാണ്. നമ്മളൊരു ഒരുപാട് കിട്ടുകയില്ല, എന്നാലും 1-2 ലിറ്റർ കിട്ടും. നമ്മൾ ഒറിജിനൽ സാധനമല്ലേ, അത് ആർക്കും വെള്ളം കഴിക്കാമല്ലോ, പിള്ളേർക്കാണെങ്കിലും ഒക്കെ. കമ്പിളിനാരങ്ങയൊക്കെ ഇട്ട് ആരും അങ്ങനെ എടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ്. ഒത്തിരി പിഴിയാനും ഞെക്കാനും പോകുന്നത്. അന്നേരം ഇതിൻ്റെ അകത്തെ ഒരു കറ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഞാനങ്ങനെ പിഴിയത്തില്ല. ഞാനെല്ലാം ഇതുവഴി പിന്നെ അരിക്കുന്നത്. ഇത് ഓൺലൈനിൽ നിന്ന് പിടിച്ച അരിപ്പയാണ്. നമ്മൾ പൊടിയൊക്കെ തള്ളാൻ വേണ്ടി. ഇത് പിഴിയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പം. ഇതിന് കളയാനേ കൊള്ളുള്ളൂ. ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ കൊള്ളുമല്ലോ. ഇതിൻ്റെ പിഴിഞ്ഞെടുത്തതിൻ്റെ കളറെല്ലാം മാറി, വേറൊരു കളറായി. ഇപ്പം ഇതിൻ്റെ ഇറങ്ങേണ്ട സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പിഴിയാൻ പോയാലും ഇതിൻ്റെ അകത്തെ പിന്നെ ഈ പാടയുടെ ഒരു കയ്പ്പ് വരും. അതുകൊണ്ട് അത് പിഴിയുന്നില്ലേ. ഇതിൻ്റെ വേസ്റ്റ് വരുന്നത് കണ്ടോ, ഇതിനകത്ത് അതിൻ്റെ കളറെല്ലാം മാറി, ഇറങ്ങാനുള്ള കളറും എല്ലാം ഇറങ്ങി. പിന്നെ ഇല്ലേ, ഞാനതിനകത്ത് ഒരു കഷ്ണം ബീട്രൂട്ടിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തു. ഒരു ചെറിയ കഷ്ണം മതി കണ്ടോ, ഇത്രയും ഒരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു നല്ല കളർ വരും കണ്ടോ. നമ്മൾ നല്ലൊരു കളറാണ്. കളറും നമുക്ക് കുടിക്കാൻ പറ്റുന്നില്ല, അതുപോലത്തെ ഗ്യാസും. ഇത് ഒഴിച്ച് കാണിക്കും ഗ്ലാസ്സിനൊക്കെ. ഇതിനകത്തൊക്കെ ഒരു തൊള്ളി കുടിക്കാനേ പറ്റുള്ളൂ.
അല്ലാതെ ഇത്രയൊക്കെ കുടിക്കാവേ നല്ല സുഖമാണ്. അതിൻ്റെ എല്ലാം ഇത് ഇറങ്ങി എല്ലാവരും ഉണ്ടല്ലോ. ഇത് കമ്പിളിനാരങ്ങയാണ്. കമ്പിളിനാരങ്ങ കിട്ടുന്നതൊക്കെ എല്ലാവരും ഇങ്ങനെ വയലുണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇത് ബിയർ കുപ്പിക്കകത്ത് എടുത്തു വെക്കണം. ബിയർ കുപ്പി ഇല്ലേ വഴിയിലൊക്കെ കണ്ട് എടുത്തുകൊണ്ട് നല്ല നീല കളറൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് നല്ലപോലെ കഴുകി ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഇങ്ങനെ കമത്തി വെച്ച് കഴിയുമ്പോൾ ഒരു ദിവസം വെക്കുമ്പോഴത്തേക്ക് ഉണങ്ങുമല്ലോ. എന്നിട്ട് ഇത് അതിനകത്ത് ഒഴിച്ചിട്ട് ചകിരി ചെത്തി അതിന് ക്യാപ്പ് ഉണ്ടാക്കി വെച്ചാൽ മതി. എത്ര നാൾ വേണേലും കേടായിരുന്നു. ഇരിക്കും തോറും ഇതിന് ഒരുമാതിരി ഇതിങ്ങനെ വീര്യം കൂടി കൂടി വരും. ഉപ്പിക്കകത്ത് ഒഴിച്ച് വെക്കാവുള്ളേ. ഞാൻ ബിയർ ഉപ്പ് കഴുകി വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഒഴിക്കണം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചില്ലുപ്പിക്കകത്ത് വെക്കാവുള്ളൂ. ഗ്യാസ് ഭയങ്കര അയ്യോ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നാണ്ടൊക്കെ കത്തുന്നില്ലേക്ക്. ഇത്രയും കിട്ടി. നമ്മൾ വെറുതെ കളയുന്ന കമ്പിളിനാരങ്ങയായിരുന്നു. എന്തോരോ വീടുകളിലൊക്കെ ഉണ്ടായിട്ട് വെറുതെ കിടന്ന് കളയുന്നുണ്ടോ. ഇത്രയും സംഭവം കിട്ടി സൂപ്പറായിട്ട്. എല്ലാവരും പിന്നെ രഞ്ജി ബിനോയ് വ്ലോഗ് കാണണം. കാണുന്നവരൊക്കെ ഒന്ന് പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേ.